70ാമത് നെഹ്റു ട്രോഫി ജലമേള വിജയികളെ കണ്ടെത്തുന്നതിനായുള്ള നിർണായക ജൂറി കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കളക്ടറുടെ അധ്യക്ഷതയിൽ വൈകിട്ട് 3 മണിക്കാണ് യോഗം നടക്കുക. ഫൈനൽ മത്സരത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും പരിശോധിക്കും. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെട്ട് വിധി നിർണയത്തിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് 2 ചുണ്ടൻ വള്ളങ്ങളുടെ ക്ലബ്ബുകൾ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ നമ്മോടൊപ്പമുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേക സമിതി യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിശോധിക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്താണ് സാറേ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ന് തന്നെ ഇതുമായിട്ട് കമ്മിറ്റി അപ്പീൽ ജൂറി കമ്മിറ്റി നമ്മൾ സാധാരണയിൽ നെഹ്റു ട്രോഫിയുടെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അപ്പീൽ ജൂറി കമ്മിറ്റിക്കാണ്. അപ്പീൽ ജൂറി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇന്ന് 3 മണിക്ക് വെച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിനകത്ത് നമ്മൾ ഈ 2 ചുണ്ടൻവള്ളങ്ങൾ പരാതി 2 വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ നമ്മുടെ കുമരകം ബോട്ട് ക്ലബ്ബുള്ള അവരെ പ്രതിനിധികൾ വിളിച്ച് സംസാരിക്കുകയും അവരുടെ മൊഴിയെടുക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ 2 ആവശ്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സ്റ്റാർട്ടിങ്ങിനെ പറ്റിയുള്ള പരാതിയുണ്ട്. അപ്പോൾ സ്റ്റാർട്ടേഴ്സിനെ ഉൾപ്പെടെയുള്ള ജഡ്ജസിനെ ഉൾപ്പെടെ നമ്മുടെ ഫൈനാൻഷ്യൽ പോയിലെ ജഡ്ജസിനെ ഉൾപ്പെടെ ടീമിനെ കേട്ട് അവരുടെ പരാതികൾ കിട്ടുകയും വിഷ്വൽസ് പരിശോധിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ നാളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് അത്. ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങൾ തുഴയുന്നതിന് ചില നിബന്ധനകളുണ്ട്. അത്തരം നിബന്ധനകളൊന്നും പാലിക്കാതെയുള്ള തുഴകൾ ഉപയോഗിച്ചു എന്നുള്ളൊരു പരാതിയും കഴിഞ്ഞ ദിവസം പരാതിയുണ്ട്. നമ്മൾ തടി ഉള്ള ഓൾസ് ഉപയോഗിച്ചെന്നൊരു പരാതിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ജൂറി ഓഫ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. തീർച്ചയായിട്ടും തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ നിയമാവലി അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പീൽ ജൂറിക്കാണ് പോകാൻ പറ്റുന്നത്. ആ ജൂറിയുടെ തീരുമാനം സ്വാഭാവികമാണ് ഫൈനലായിരിക്കും. ഈ വിജയികളെ സംബന്ധിച്ച് ആ സമയത്തുണ്ടായിരുന്ന സമയക്രമത്തിൽ മാറ്റങ്ങൾ വന്നു എന്നൊക്കെയാണ് അവരുടെ ഒരു പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. അല്ല, 1-2 ആക്ഷേപങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ട് ആ സമയത്ത് പോയിട്ടൊക്കെ ആക്ഷേപങ്ങളുണ്ട്. അത് നോക്കാം, പരിഹരിക്കും. നാളെ നമ്മുടെ വിഷ്വൽസ് എടുത്ത് പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് നോക്കാം എല്ലാം. ഇപ്പം നിലവിൽ ഉള്ള ഒരു വിജയത്തിൽ കരിച്ചാൽ ചുണ്ടനും അതോടൊപ്പം തന്നെ വിയപുരം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെയാണ് ഒരേപോലെ ഫൈനലെത്തിയത്. ഇതിൽ കരിച്ചാലിനാണ് നമ്മളന്ന് വിജയമായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ അന്ന് ചില ചാനലുകളൊക്കെ തന്നെ അന്നേരം നടത്തിയ ഫലപ്രഖ്യാപനത്തിലൊക്കെ തന്നെ വിയരം ചുണ്ടൻ്റെ പേരുകളൊക്കെയാണ് ഉയർന്നു കേട്ടത്. അല്ല, അതിനകത്ത് നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊരു വളരെ ഒരു നെക്ക് ടു നെക്ക് ഫിനിഷാണ്. വളരെ നമ്മുടെ മാനുഷികമായിട്ടുള്ള നമ്മുടെ കണ്ണിനൊന്നും ഒരു തീരുമാനമെടുക്കാവുന്ന വിഷയമാണ്. അപ്പോൾ ഇതൊരു ക്ലോസ് നമ്മുടെ ഒരു കണ്ണിമ്മ വെട്ടുന്നതിൻ്റെ 1001 കാര്യമാണ്. അപ്പോൾ അത്രയും വളരെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫോട്ടോ ഫിനിഷ് ചെയ്ത് മാത്രമല്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയമാണ്. നമ്മൾ ആര് മുന്നിട്ട് വന്നെന്നുള്ളത് വളരെ ഒരു ചെറിയ ഒരു സെക്കൻഡിൻ്റെ 1000-1 ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് അപഗ്രഹം ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് മാർഗ്ഗം ഫോട്ടോ ഫിനിഷിൻ്റെ സംവിധാനങ്ങൾ മാത്രമേ കൂടി അവതരിക്കാൻ പറ്റത്തുള്ളൂ. അത് നോക്കിയതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും തീരുമാനമെടുക്കാം. എന്തായാലും വളരെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത്. കാര്യം ഈ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ അന്ന് പ്രഖ്യാപിച്ച വിജയ് എന്നുള്ളത് കരിച്ചാൽ ചുണ്ടനാണ്. പക്ഷേ അതല്ല, അതിനെതിരെ ചില പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് കമ്മിറ്റി നീങ്ങുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ നമ്മൾ ഈ ജില്ലാ കളക്ടറുടെ പ്രതികരണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് PCR-ൽ നിന്ന് ചേതൻ എന്നോട് പറയുകയായിരുന്നു, അവിടെ മുന്തിരിവള്ളികളൊക്കെയും സെറ്റ് ചെയ്ത് ലൈവ് നിൽക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ദിവസം ഈ മുന്തിരിവള്ളികളുടെ കഥയൊക്കെയും ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഷാജഹാൻ പറഞ്ഞതാണ്. അത് അവിടുത്തെ ക്യാമറമാൻ ദീപകിൻ്റെ കഷ്ടപ്പാടാണ്, എത്രയോ നാളത്തെ പരിശ്രമമാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം സ്വന്തം പേരിലാക്കാനുള്ളൊരു ശ്രമമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഷാജഹാൻ ഡസ്കിൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അവിടെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുന്ന ആ രീതിയൊക്കെയും കണ്ടിട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഓക്കെ, വാർത്ത വിട്ടിട്ട് ഷാജഹാൻ മുന്തിരി കൃഷിയിലേക്ക് നീങ്ങുമോ എന്ന് ചോദിക്കണം നമ്മുടെ PCR എന്നൊരു അഭിപ്രായം ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഭാവിയിൽ ജൈവകൃഷിയും അതോടൊപ്പം തന്നെ മുന്തിരി കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഗുണം ചെയ്യും, ഒപ്പം നമുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തിരികെ വാർത്തയിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാവ്യക്കും ചിന്തിക്കാവുന്നതാണ്. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. എന്നാലും നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സെക്കൻഡിൻ്റെ 1000-1 എന്ന ആ ഒരു സമയം, അതിൻ്റെ വിശകലനവും വിശദാംശങ്ങളിലും തീരുമാനങ്ങളിലേക്കും കടക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു ടാസ്ക്കാണ് ഈ ജൂറിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമുക്കറിയാം. ഈ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ, വീഡിയോ ഒക്കെയും വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. ഇതിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിർണായകമാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ വരാനിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു ദിവസമാണ് ഇന്ന് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഷാജഹാൻ.
തീർച്ചയായിട്ടും കാവ്യ, ഇത് രണ്ട് വള്ളങ്ങളുടേതോ അല്ല രണ്ട് ക്ലബ്ബുകളുടേതോ അല്ല, ഒരു രണ്ട് കരകളുടെ ഒരു അഭിമാനം സംരക്ഷിക്കേണ്ട ദിവസമാണെന്ന്. കാര്യം നമുക്കറിയാം, ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ട പരിശീലനം, 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് അവർ മത്സരത്തിനെത്തുന്നു. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഒരു ടീം പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് 3 ടീമുകൾ പുറത്തേക്ക് പോകുന്നു. നമുക്കറിയാം, കാവ്യൊക്കെ കണ്ടു കാണും, ഫൈനൽ വളരെ വാശിയേറിയ മത്സരമായിരുന്നു, ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. 4.29 സെക്കൻഡിലാണ് 2 വള്ളങ്ങൾ ഫിനിഷ് ചെയ്തത്. അതിൽ പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് പോലും ആ സമയത്ത് ആരാണ് വിജയിച്ചത് എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്രത്തോളം നമ്മളൊരു നൂലിഴ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസത്തിലാണ് ആ വള്ളങ്ങൾ ഫിനിഷ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു വിജയി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിലുള്ള അതൃപ്തിയാണ് മറ്റ് ചില ക്ലബ്ബുകൾ, അതായത് BBC-യും വിയപുരം ചുണ്ടൻ തുഴഞ്ഞ BBC-യും അതോടൊപ്പം തന്നെ നടുഭാഗം തുഴഞ്ഞ കുമരകം ബോട്ട് ക്ലബ്ബും ഒക്കെ തന്നെ പരാതികളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ പരാതികൾ ഇവിടെ പരിഹരിച്ചില്ലെങ്കിൽ അവരത് കോടതിയെ സമീപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് കമ്മിറ്റിക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഇവരെ വിളിച്ച് ഇവരുടെ പരാതികൾ പരിശോധിക്കുകയും അത് പൂർണ്ണമായിട്ടും നിഷ്പക്ഷമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നൊരു ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റിയുടെ പരിശോധന കൂടി, അതായത് ഈ വള്ളംകളിയുമായിട്ട് ബന്ധമില്ലാത്ത ചില ആളുകളുടെ ഒരു പരിശോധന ഇന്ന് നടക്കും. ഈ പരിശോധനയിൽ എന്തായിരിക്കും തീരുമാനം? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുറഞ്ഞ കരിച്ചാലാണ് നിലവിലെ ചാമ്പ്യൻ, 5ാമത്തെ തവണയാണ് അവർ വിജയിച്ചിരിക്കുന്നത്. അതോ വിയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബാണോ വിജയികളാകുന്നത്, അതോ നടുഭാഗം ചുണ്ടനാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കമ്മിറ്റി കൂടുന്നത്. ഈ കമ്മിറ്റിയിൽ നിന്ന് എന്തായാലും തീരുമാനമുണ്ടാകും. പ്രധാനമായിട്ടും നേരത്തെ കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ വള്ളം ഫിനിഷ് ചെയ്യും. അപ്പോൾ അത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കാത്ത, നമുക്ക് നേരിട്ട് കണ്ട് പറയാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള മത്സര വിജയമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 4 വള്ളങ്ങളും 4.29 സെക്കൻഡിൽ 2 വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്നു. അതിൻ്റെ മൈക്രോ സെക്കൻഡ്സ് പരിഗണിച്ചുകൊണ്ടാണ് 0.5 എന്ന കണക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിജയത്തെയാണ് മറ്റ് വള്ളങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നതോടുകൂടി പുനഃപരിശോധിക്കണമെന്നിപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ കളക്ടറാണ് നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് കമ്മിറ്റി ചെയർമാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇന്ന് ഇത്തരം പരിശോധനകൾ നടക്കുന്നത്. ഈ പരിശോധനയിൽ 70ാമത് നെഹ്റു ട്രോഫി ആർക്ക് ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും.